ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പുതിയ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മൾ ഇടയാക്കിയ ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ വായന ഭാഗം 2 ദിനവൃത്താന്തം 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 25 അധ്യായം 23 വാക്യം. അബീഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്ന് ഇറങ്ങി. മഹാധനികനും കാലേബ് വംശജനുമായിരുന്ന നാബാലിൻ്റെ ഭാര്യയായിരുന്നു അബീഗയിൽ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും ആയിരുന്നു എന്ന് തിരുവചനം പറയുന്നു. 1 ശമൂവേൽ 25 അധ്യായത്തിലാണ് നമുക്ക് ഇവരെ പ്രധാനമായും കാണുവാനായിട്ട് സാധിക്കുന്നത്. ഭർത്താവായ നാബാലിന് കർമ്മേലിൽ ആടുകളെ രോമം കത്രിക്കുന്ന ഒരു അടിയന്തരം ഉണ്ടായിരുന്നു. അന്ന് ദാവീദ് ശൗലിനെ ഭയന്ന് പാരാൻ മരുഭൂമിയിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. അങ്ങനെ തൻ്റെ കൂടെയുള്ള ഭൃത്യന്മാർക്കും തനിക്കുമായി ഭക്ഷണം കിട്ടേണ്ടതിന് 10 ഭൃത്യന്മാരെ കർമ്മേലിലെ നാബാലിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. അതേസമയം നാബാൽ അവരെയും ദാവീദിനെയും പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതറിഞ്ഞ നാബാലിൻ്റെ ബാല്യക്കാർ ഉണ്ടായ സംഭവങ്ങളെല്ലാം അബീഗയിലിനോട് പറയുന്നു. ഇവിടെയാണ് അബീഗയിലിൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ബുദ്ധിമതിയായ ഒരു അബീഗയിലിനെ നമുക്ക് ഇവിടെ ദർശിക്കാം. ബുദ്ധിമതിയായ അബീഗയിൽ തുടർന്ന് ഉണ്ടാകുവാനായി പോകുന്ന ഭവിഷ്യത്തുകൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെ അവൾ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും 5 പറ മലരും 100 ഉണക്ക മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി ബാല്യക്കാരുടെ കൈവശം കൊടുത്തയക്കുന്നു. ഇത് ദാവീദിനും തൻ്റെ കൂടെയുള്ളവർക്കും വേണ്ടിയിട്ടായിരുന്നു അബീഗയിൽ കൊടുത്തയച്ചത്. അതിന് പിന്നാലെ അബീഗയിലും ബാല്യക്കാരുമായി ദാവീദിനടുക്കിലേക്ക് യാത്ര തിരിക്കുന്നു. വിവേകശൂന്യനും മദ്യപനും ധാർഷ്ട്യക്കാരനുമായ ഭർത്താവിൻ്റെ സംസ്കാര ശൂന്യതയ്ക്ക് ബുദ്ധിപരമായും അവസരോചിതവുമായി ഇടപെടുന്ന അബീഗയിലിനെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ നിഗളിച്ചു പോകാതെ വിവേകത്തോടും ബുദ്ധിയോടും കൂടി ജീവിക്കുവാൻ അബീഗയിൽ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്ന അബീഗയിൽ. അവൾ പോകുന്ന യാത്രയിൽ ദാവീദിനെ കണ്ട് കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി സാഷ്ടാംഗം വീണ് ദാവീദിനെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. അതിനുശേഷം ദാവീദിനോട് അപേക്ഷിക്കുന്നു, ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അവൻ തൻ്റെ പേർ പോലെ തന്നെ ആകുന്നു എന്ന് അവൾ ദാവീദിൻ്റെ സന്നിധിയിൽ തുറന്ന് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നാബാലിൻ്റെ പുരുഷപ്രജയെ ഒന്നുപോലും ജീവനോടെ വച്ചേക്കില്ല എന്ന യഹോവയുടെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്ത ദാവീദ് ബുദ്ധിമതിയും വിനയാന്വിതയുമായ അബീഗയിലിൻ്റെ വാക്കുകൾക്ക് മുമ്പിൽ തൻ്റെ തീരുമാനം മാറ്റുന്നു. അങ്ങനെ അബീഗയിൽ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ നാബാലിൻ്റെ പെട്ടെന്നുള്ള വിയോഗത്തിനു ശേഷം ദാവീദ് അബീഗയിലിനെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ബുദ്ധിമതിയും അതീവ വിനയാന്വിതയുമായ അബീഗയിലിനെ നമുക്ക് മാതൃകയാക്കാം. നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ലോകത്തിൽ ബുദ്ധിയോടെ ജീവിക്കുവാനും ദൈവമക്കളെ ആദരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.